ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വഴിയാണെങ്കിൽ ആ കർത്താവ് തുറന്നിരിക്കുന്ന ഒരു വഴി അടയ്ക്കുവാനായിട്ട് ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല. കർത്താവ് ഒന്ന് അടച്ചതാണെങ്കിലോ അത് ആർക്കും തുറക്കുവാനും സാധിക്കത്തില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഏതെല്ലാം മാർഗങ്ങളിൽ കൂടി ശ്രമിച്ചാലും അതിനെ തുറക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ പ്ലാനാണ്, അത് നിറവേറുക തന്നെ ചെയ്യും. എന്നാൽ ദുഷ്ടശക്തികൾ, അന്ധകാര ശക്തികൾ നമുക്കെതിരെ കെട്ടുന്ന എല്ലാ പ്ലാനും പദ്ധതികളും കർത്താവ് പൊട്ടിച്ചു കളയും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നെനിക്ക് സംസാരിക്കുവാനുള്ളത് ദുഷ്ടൻ്റെ കണ്ണിനെ കെട്ടി നമ്മളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവിനെ പറ്റിയിട്ടാണ്. ദുഷ്ടൻ പല പ്രകാരത്തിൽ നമ്മൾക്കെതിരെ വാദിക്കും. അവളെ കൊള്ളത്തില്ല, അവൾ ദൈവനാമത്തിനെതിരാണ് എന്നൊക്കെ വാദിച്ചെന്നിരിക്കും. അവനൊരു ന്യായാധിപതിയെപ്പോലെ നമുക്കെതിരായിട്ട് നമ്മളുടെ ദൂഷ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വിധിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെന്നിരിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, മോശയുടെ ശരീരവുമായിട്ട് പോയ ആർക്കേഞ്ചലിനോട് മോശയെ പറ്റിയിട്ട് ദൂഷണങ്ങൾ പറഞ്ഞപ്പോൾ ആർക്കേഞ്ചൽ എന്ത് ചെയ്തു? മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവനെ ശാസിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവിൻ്റെ പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും. ഈ ദുഷ്ടശക്തികൾ നമുക്കെതിരായിട്ട് വാദിക്കുവാനിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അവൻ്റെ കണ്ണ് കെട്ടും. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു ദർശനം കാണുകയായിരുന്നു. ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ന്യായാധിപതിയെപ്പോലെ, ജഡ്ജിയെപ്പോലെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വാദിക്കുന്ന രീതിയിലൊക്കെ ഇരിക്കുകയാണ്. എന്നാൽ അവളുടെ കണ്ണുകൾ കറുത്ത നല്ല തിക്കായിട്ടുള്ള തുണി വെച്ചിട്ട് മൂടിക്കെട്ടിയിരിക്കുന്നു. അവൾക്ക് കാണാൻ പറ്റാതെ വണ്ണം കണ്ണിനെ കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ദുഷ്ടൻ്റെ കണ്ണ് കെട്ടുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്കെതിരെ വാദിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും നാവും വായും കണ്ണുമൊക്കെ മൂടിക്കെട്ടുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എലീശ പ്രവാചകനെ പറ്റിയിട്ട്. എലീശ പ്രവാചകനെ ഫോക്കസ് ചെയ്ത് ആ പ്രവാചകനെ ഉപദ്രവിക്കാൻ വേണ്ടി അരാം രാജാവ് വിടുകയാണ്. അവിടെ പറയുന്നുണ്ടല്ലോ, ആ ദോഥാനിലേക്ക് അരാം സൈന്യത്തെ വിട്ടത് ശക്തിയുള്ള സൈന്യവും കുതിരവും രഥവുമാണ്. അവിടെ ബലഹീനമായ ഒരു സൈന്യത്തെ അല്ല വിട്ടത്, വളരെ ശക്തമായ ആ അരാം രാജ്യത്തിലുള്ള ഏറ്റവും ശക്തമായ സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളെയും വിടുന്നു. സൈന്യമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് വളരെ വലിയൊരു സംഖ്യയുള്ള ഒരു സൈന്യമായിരിക്കുമല്ലോ, 1-2 ആൾക്കാരല്ല. എന്നാൽ ഇവിടെ എലീശ പ്രവാചകൻ ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, ഒരാളെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തുള്ള ഏറ്റവും പ്രബലരായ സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളെയും വിടുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ എലീശ പ്രവാചകൻ കാണുന്ന എന്തുവാണ്? ആ മലമുകൾ മൊത്തവും സ്വർഗത്തിലെ സൈന്യം അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇതുപോലെ തന്നെയാണ് ഏതൊരു ശക്തി നമുക്കെതിരായിട്ട് വന്നാലും നാം കർത്താവിലാണെങ്കിൽ അഗ്നിമയമായ ശക്തികൾ, രഥങ്ങളും കുതിരകളും സ്വർഗത്തിലെ സൈന്യം നമുക്ക് ചുറ്റും പാളയമിറങ്ങും. ഹല്ലേലൂയ. അവൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ രക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. പ്രൈസ് ഗോഡ്. അതുപോലെ അരാം സൈന്യത്തിനെതിരായിട്ട് സ്വർഗ സൈന്യം നിരന്നു നിന്ന് തൻ്റെ മകനെ പ്രവാചകനെ എലീശ പ്രവാചകനെ രക്ഷിച്ചു. എലീശ പ്രവാചകൻ അപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ ജാതികളുടെ അന്ധത പിടിപ്പിക്കണമേ. പ്രൈസ് ഗോഡ്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. നാം പല പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ, നമുക്കെതിരെ പല അപവാദങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ കർത്താവെ, ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ അന്ധകാര ശക്തികളുടെ കണ്ണുകളും കാതുകളും വായുകളും അടയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കൃപ തോന്നണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വളരെ അത്യാവശ്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ സൈന്യം ഇറങ്ങി അവിടെ ഇരിക്കുന്നത് എലീശ പ്രവാചകൻ കണ്ടു. അതുകൊണ്ടാണ് ബാല്യക്കാരൻ കാണാഞ്ഞിട്ട് ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു കൊടുക്കണമേ എന്ന് എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ സൈന്യങ്ങളുടെ, ആ ജാതികളുടെ കണ്ണ് അന്ധമായി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എലീശ പ്രവാചകൻ തന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്ന് പറയുകയാണ്, ഇതല്ല വഴി, വേറെയാണ് വഴി, ഈ പട്ടണവുമല്ല, എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്, ആരെയാണ് കാണേണ്ടത്, ഞാൻ കൂടെ വന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരെ ശമരിക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, ഈ ജാതികളുടെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേന്ന്. കാരണം ദൈവപ്രവൃത്തി, ദൈവം ആരാണ്, ഈ സൈന്യങ്ങളുടെ യഹോവയുടെ മക്കൾ ആരാണെന്നുള്ള ആ വലിയ ബലം, ആ വലിയ ആ സത്യം മനസ്സിലാക്കുവാൻ
അവർക്ക് കഴിയണം, അല്ലെങ്കിൽ കണ്ണു തുറക്കാതെ എങ്ങനെ അത് മനസ്സിലാകുന്നേ? അതുകൊണ്ട് വീണ്ടും ആ കണ്ണ് തുറന്ന് അവർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായി. അവരെ ഉപദ്രവിക്കാതെ തന്നെ വെള്ളവും അപ്പവും ഒക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് തന്നെയാണ് ശത്രു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം മക്കൾ വളരെ വിലയേറിയതാണ് ദൈവത്തിന്. അവരെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് നേരെ ഹല്ലേലൂയ പൊരുതുവാൻ വേണ്ടി അവർക്ക് കഴിവില്ലായിരിക്കും, എന്നാൽ സ്വർഗത്തിലെ വലിയൊരു സൈന്യം അവരോട് കൂടിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സങ്കീർത്തനക്കാരൻ 138 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത്, ദ ലോർഡ് വിൽ പെർഫെക്റ്റ് ദാറ്റ് കൺസേൺസ് മീ. ഹല്ലേലൂയ, ദ ലോർഡ് വിൽ ഫുൾഫിൽ ഹിസ് ഡിസയർ ഓൺ മീ. ദ ലോർഡ് വിൽ വർക്ക് ഔട്ട് ഹിസ് പ്ലാൻ ഓൺ അസ്. ഹല്ലേലൂയ. ദൈവം ഒരു ദൈവ പൈതലിനെ കുറിച്ച് എന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നുവെന്ന് ദൈവത്തിന് അത് നല്ലതായിട്ട് അറിയാം. ദൈവത്തിൻ്റെ പ്ലാൻസ് ആർ ഓൾവേസ് ദ ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് പ്ലാൻസ്. അതിനെ വെല്ലുവിളിക്കുവാൻ തക്കോണം ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്ലാനുകൾ നമ്മളിൽ ഫുൾഫിൽ ചെയ്തിരിക്കണമെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. ദുഷ്ടൻ്റെ കണ്ണുകെട്ടി ദൈവം അത് ചെയ്തു തന്നെ ഇരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. God will open the right door for you today. God will make your enemies blind. ഹല്ലേലൂയ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. 91 സങ്കീർത്തനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും, അവൻ്റെ ചിറകിൻ്റെ നിഴലിൽ അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൊട്ടക്ഷൻ ആ ചിറകിൻ്റെ നിഴലിലാണ്. ചിറകിൻ്റെ അടിയിൽ പോലും വേണ്ട, ജസ്റ്റ് ആ നിഴലൊന്നും മതി കേട്ടോ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 51 അധ്യായത്തിൽ നമുക്ക് കാണാം, അവൻ്റെ കരങ്ങളുടെ നിഴലിൽ നമ്മെ അവൻ മറച്ചു വച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനാൽ പ്രിയ ദൈവ പൈതലേ, നീ മറഞ്ഞിരിക്കുകയാണ് കർത്താവിൻ്റെ ചിറകിൻ്റെ നിഴലിൽ. കർത്താവിൻ്റെ ആ കൈയുടെ നിഴലിൽ നമ്മെ കർത്താവ് മറച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ കർത്താവിൻ്റെ കൃപയാൽ ഇത്ര ശക്തിയോടുകൂടി ജീവിക്കുവാൻ, ഇത്ര ധൈര്യത്തോടുകൂടി എല്ലാ ആപത്തിലും അനർത്ഥങ്ങളിലും ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ പ്രാപ്തരാക്കി. ദൈവം നമുക്ക് കൃപ തന്നു. ഈ ദൈവത്തിൻ്റെ കൃപയില്ലായിരുന്നെങ്കിൽ ശത്രു എന്നെ നമ്മളെ അടിച്ചിട്ട് കൊണ്ടുപോയേനേമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരു വചനം കൂടി ഞാൻ വായിച്ചു കൊള്ളട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം ഇപ്രകാരം വായിക്കാം. 2 വാക്യം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി, തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു എന്നോട്, ഇസ്രയേലേ നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇസ്രയേലേ നീ എൻ്റെ ദാസൻ. ഹല്ലേലൂയ എന്ന് കർത്താവ് പറയുന്നു. പ്രിയ ദൈവ പൈതലേ, നീ യഹോവയുടെ ദാസനാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ കൂടി നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇസ്രയേലേ നീ എൻ്റെ ദാസൻ. അതിനാൽ എന്ത് ചെയ്യണം? ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടണം. ഇന്ന് കേൾക്കുന്ന എല്ലാവരോടും കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നിൽ മഹത്വീകരിക്കപ്പെടുവാൻ ക്രിസ്തു യേശുവിനെ യഹോവയ്ക്ക് ആഗ്രഹം. അതിനാൽ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നാലും ഹല്ലേലൂയ കർത്താവിൻ്റെ കയ്യിലോട്ട് ആ പ്രവർത്തനങ്ങളെ കൊടുക്കുക. എനിമീസിൻ്റെ അറ്റാക്കുകളിൽ നിന്ന്, കണ്ണുകളുടെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവൻ്റെ വാദങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ കയ്യിൽ അവനെ ഒന്ന് അന്ധത പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ സമാധാനത്തോടു കൂടി ഇരിക്കുക. ശാശ്വതമായ ആ ഭുജങ്ങളിൽ നാം സമർപ്പിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ അവൻ നിന്നെ പൂണിയിൽ വെച്ചിരിക്കുകയാണ്. മിനുക്കിയ അമ്പാക്കിയിട്ട്, നിന്നെ മൂർച്ചയുള്ള ഒരു അമ്പാക്കിയിട്ട് നിന്നെ സൂക്ഷിച്ച്, ദുഷ്ടൻ കാണാതെ വണ്ണം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം തക്ക സമയത്ത് നിന്നെ ആവശ്യമുണ്ട് ദൈവത്തിന്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് നിന്നെ യൂസ് ചെയ്യുവാൻ ദുഷ്ടൻ നിന്നെ കൊണ്ടുപോകാതെ, ദുഷ്ടൻ നിന്നെ അപഹരിച്ചു കൊണ്ടുപോകാതെ തക്ക സമയത്ത് യൂസ് ചെയ്യുവാൻ വേണ്ടി കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ച്, അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ പൂണിയിൽ നമ്മെ മറച്ചു വെച്ചിരിക്കുകയാണ്. അതിനാലാണ് നാം ഓരോരുത്തരും ഇന്ന് സേഫ് ആയിരിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അവൻ നമ്മെ സേഫാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഭൂമിയിൽ വലിയ ആൾക്കാരൊന്നും ആകുവാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണെന്നറിയാമോ? ഇസ്രയേലേ നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്നിൽ മഹത്വീകരിക്കപ്പെടുവാൻ യഹോവയായ ദൈവത്തിന് ഇഷ്ടം. ഇന്നൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? നിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, ആവശ്യങ്ങളെയും, എല്ലാ ഡിസൈഴ്സിനെയും പ്ലാൻസിനെയും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാമോ? കർത്താവേ, നീ എന്നിൽ മഹത്വീകരിക്കപ്പെടുവാൻ എനിക്ക് ആഗ്രഹം.
ഞാൻ നിൻ്റെ ദാസൻ ക്രിസ്തുവേശുവിൽ കൂടി എന്നെ മകളാക്കി തീർത്തിരിക്കുന്നത് നീ എന്നിൽ മഹത്വീകരിക്കപ്പെടുവാനാണ്, നിൻ്റെ ക്രിയകൾ എന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്കിന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ കേട്ട എല്ലാ മക്കൾക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ദുഷ്ടൻ്റെ വാദപ്രതിവാദങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഓരോ അന്ധകാര പ്രവർത്തനങ്ങളുടെ പ്രതികൂല നിമിഷങ്ങളിൽ കർത്താവെ നിന്നിൽ ആശ്രയിക്കുവാനും അന്ധകാരത്തിൻ്റെ ആ കണ്ണുകളെയും വായുകളെയും അടയ്ക്കുവാനും തക്കവണ്ണം യേശു കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് കർത്താവെ സ്തോത്രം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ തൂവലിൻ്റെ ചിറകിൻ നിഴലിൽ കർത്താവെ അവിടെ കൈയുടെ നിഴലിൽ കർത്താവെ സ്തോത്രം നിൻ്റെ കൈയുടെ മറവിൽ ഞങ്ങളെ മറച്ച് നിൻ്റെ പൂണിയിൽ ഞങ്ങളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദുഷ്ടനെ ആക്രമിക്കാതെ വണ്ണം വീണ്ടും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും കർത്താവെ സ്തോത്രം ഈ വചനം കർത്താവെ സ്തോത്രം ഞാൻ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിൻ്റെ പൂണിയിലുള്ള നല്ല മിനുക്കമുള്ള ആയുധമാക്കിയിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ നെയ്ബേഴ്സിനെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ആ പൂണിയിലെ ആയുധങ്ങളാക്കി സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.